ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 10 ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയിറങ്ങും. ഉത്സവത്തിന് സമാപനം കുറിച്ച് കണ്ണന് രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട് നടത്തും. കടങ്ങോട് 10 വയസ്സുകാരന് നായയുടെ കടിയേറ്റു. പരിക്കേറ്റ കുട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. എരുമപ്പെട്ടി തയ്യൂരിൽ നവീകരണം പൂർത്തിയായ റോഡിന് തകരാർ സംഭവിച്ചതിനെ ചൊല്ലി വിവാദം തുടരുന്നു. റോഡിലെ മെറ്റലിളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടി വലിച്ചപ്പോഴെന്ന് പൊതുമരാമത്ത് വകുപ്പ്. റോഡ് നിർമ്മാണത്തിൽ അപാകതയില്ലെന്ന് CPM. കുടകര വല്ലപ്പാടി പൂതിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി ഉറുമ്പൻകുന്ന് സ്വദേശി ബിബിനാണ് പിടിയിലായത്. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് കർശന നടപടികളുമായി തൃശൂർ റൂറൽ പോലീസ്. റോഡുകളിൽ മതിയായ വെളിച്ചമുറപ്പാക്കും. കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള ബോർഡുകളും മരച്ചില്ലകളും നീക്കം ചെയ്യാനും നടപടി. വിശദാംശങ്ങളിലേക്ക്. 10 ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയിറങ്ങും. ഉത്സവത്തിന് സമാപനം കുറിച്ച് കണ്ണന് രുദ്രതീർത്ഥകരയിൽ ആറാട്ട് നടത്തും. പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളിയുറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറപ്പുണർത്തലാണ് ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ്. വൈകിട്ട് മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിനു സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും. തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളും. ഈ സമയം പഞ്ചവാദ്യം അകമ്പടിയാവും. എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിന്റെ വടക്ക് ഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ടുകടവിലെത്തും. തന്ത്രിയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്ഥക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും. തുടർന്ന് തിടമ്പിൽ ഇളനീർ, മഞ്ഞൾപ്പൊടി എന്നിവ അഭിഷേകം നടത്തും. തന്ത്രി പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി 3 വട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ട് പൂർത്തിയാകും. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തും. ആറാട്ട് ദിവസം മാത്രമാണ് ഭഗവാന്റെ ഉച്ചപൂജ ഇത്രയും വൈകി നടക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് തിടമ്പ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷ വാദ്യ അകമ്പടിയോടെ തിടമ്പ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. പഞ്ചലോഹത്തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി കൊടിയിറക്കൽ ചടങ്ങ് നടത്തും. ഇതിനുശേഷം 25 കലശങ്ങളിൽ നിറച്ച ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. അത്താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രനട അടയ്ക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. TCV ഗുരുവായൂർ. സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിൽ പുറത്തേക്ക് എഴുന്നള്ളിയ ഗുരുവായൂരപ്പനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതി അടഞ്ഞു. രാജകീയ പ്രൗഢിയോടെ എഴുന്നള്ളിയ അമ്പാടിക്കണ്ണന് 100 കണക്കിന് നിറവറകളും നിലവിളക്കുകളും അലങ്കാരമൊരുക്കി ഭക്തർ വരവേൽപ്പ് നൽകി. ശ്രീകോവിലിന് പുറത്ത് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു 5 ആനകളുടെ അകമ്പടിയോടെ കണ്ണൻ പുറത്തേക്ക് എഴുന്നള്ളിയത്. പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലിന് പുറത്ത് ദീപാരാധന നടക്കുന്നത്. കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പൊതുപകർച്ച സമാപിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കും ജീവനക്കാർക്കും വിരമിച്ചവർക്കുമാണ് പകർച്ച നൽകുന്നത്. രാവിലെയും ഉച്ചയ്ക്കുമായി 1.5 ലക്ഷത്തോളം പേർക്കുള്ള പകർച്ചയാണ് നൽകിയിരുന്നത്. ഇതിനു പുറമെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ പ്രസാദവൂട്ടും നടക്കുന്നുണ്ട്. ദിവസവും 20,000-ലധികം പേരാണ് പ്രസാദവൂട്ടിനെത്തുന്നത്. കഴിഞ്ഞ 2 ദിവസമായി 4 ലക്ഷത്തിലധികം ഭക്തരാണ് പ്രസാദവൂട്ടിൽ പങ്കെടുത്തത്.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടിയ തിരുവാതിരക്കളിക്ക് സമാപനം. 2 വേദികളിലായി 992 സംഘങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം തിരുവാതിര കളിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം സംഘങ്ങൾ ഉത്സവകാലത്ത് തിരുവാതിര അവതരിപ്പിക്കുന്നത്. കുടിയേറിയതിനു ശേഷം കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവാതിരക്കളി ആരംഭിച്ചത്. കേരളത്തിന് പുറത്തുനിന്നടക്കം 2000-ഓളം അപേക്ഷയാണ് ഓൺലൈനായി ലഭിച്ചത്. ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് അവസരം നൽകിയത്. ഇതിനായി രുദ്രതീർത്ഥകുളത്തിന് സമീപം വൃന്ദാവനം, നന്ദനം എന്നീ 2 വേദികൾ ഒരുക്കിയിരുന്നു. കടങ്ങോട് 10 വയസ്സുകാരന് നായയുടെ കടിയേറ്റു. പാറപ്പുറം കരുവാത്തുവീട്ടിൽ പ്രതീഷിന്റെ മകൻ ആദിദേവനാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വീട്ടിൽ വളർത്തുന്ന നായയാണ് ആക്രമിച്ചത്. നായ പെട്ടെന്ന് കടിക്കാനായി ചാടിയപ്പോൾ കുട്ടി പേടിച്ച് നിലത്ത് വീണു. പിന്നീട് പരിസരവാസികൾ വന്നാണ് നായയെ പിടിച്ചുകെട്ടിയത്. പരിക്കേറ്റ ആദിദേവ് മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. എരുമപ്പെട്ടി വേലൂരിൽ റോഡിൽ പുതിയതായി ചെയ്ത BC പ്രതലത്തിന് തയ്യൂർ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ മെറ്റലിളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടി വലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടി വേലൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ തയ്യൂരിൽ പുതിയതായി ചെയ്ത BC പ്രതലം ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതായി കാണിച്ച് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രനും വാർഡംഗം അൻസാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. എന്നാൽ സ്വകാര്യ വ്യക്തി ട്രാക്ടർ ഉപയോഗിച്ച് മരം കയറ്റുന്നതിനിടയിലാണ് റോഡിന് കേടുപാടുകൾ സംഭവിച്ചതെന്നും കുഴിയായി കിടക്കുന്ന ഭാഗത്ത് ടാർ ഇളകുന്നതിനു വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയതായി കണ്ടെത്തിയതായും കാണിച്ച് നടപടി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും കോൺഗ്രസ് ജനപ്രതിനിധികളും ഫണ്ട് അനുവദിച്ച MLAക്കെതിരെയും LDF സർക്കാരിനെതിരെയും നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് CPM നേതാവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അബ്ദുൾ റഷീദ് പറഞ്ഞു. ഈ വേലൂര് ഗ്രാമപഞ്ചായത്തിനകത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ MLA ആയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്ത് ഈ വേലൂരിലെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കരുത് മാത്രമാണ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡിൽ രാസവസ്തുക്കൾ ഒഴിച്ച് കുത്തിപ്പൊളിച്ചതാണെന്ന് CPMഉം DYFIയും ആരോപിച്ചു. റോഡ് തകർത്തതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AS ചന്ദ്രൻ, മെമ്പർമാരായ ബിന്ദു നന്ദൻ, അഷ്ന, ശ്രീമതി ജനാർദ്ദനൻ, കവിത ബാബു, ജമീല രാജു, ശുഭ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കൊടകര വല്ലപ്പാടി പൂതിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി ഉറുമ്പൻകുന്ന് സ്വദേശി വെള്ളച്ചാൽ വീട്ടിൽ ബിബിനാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടകര SHO ജെർലിൻ B. സ്കറിയ, SIമാരായ കൃഷ്ണപ്രസാദ്, ബിനോയ് മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് കർശന നടപടികളുമായി തൃശൂർ റൂറൽ പോലീസ്. പ്രധാന പാതകളിലെ 104 അപകട മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ അപകടവിമുക്തമാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് തൃശൂർ റൂറൽ പോലീസ്. ദേശീയപാത 544-ൽ മാത്രം അപകട സാധ്യതയേറിയ 16 പ്രധാന പോയിന്റുകളാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ജില്ലയിലെ മുഴുവൻ റോഡുകളിലും നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഉൾപ്പെടെ 104 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. റോഡുകളിൽ മതിയായ വെളിച്ചം ഉറപ്പാക്കുന്നതിനും കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യുന്നതിനും മരച്ചിലുകൾ മുറിച്ചുമാറ്റുന്നതിനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്.
ഉത്രാളിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 3 പേർക്ക് പരിക്ക്. തൃശൂർ ഭാഗത്തു നിന്നും പൊള്ളാച്ചിക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ കാനയുടെ കോൺക്രീറ്റ് സ്ലാബിലും മതിലിലും ഇടിച്ച് കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികരും പൊള്ളാച്ചി സ്വദേശികളുമായ ബാലകുമാർ, സെന്തിൽകുമാർ, രാജ എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ നാട്ടിക സെന്ററിനടുത്ത് സ്കൂട്ടറും പിക്കപ്പ് വാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കൈപ്പമംഗലം ചളിങ്ങാട് കൂനിപ്പറമ്പ് സ്വദേശി പട്ടത്ത് രാമകൃഷ്ണന്റെ മകൻ 42 വയസ്സുള്ള ഷിജുവാണ് മരിച്ചത്. ആലപ്പുഴയിൽ ജോലിക്ക് പോകാനായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ഇദ്ദേഹം. തെക്ക് ഭാഗത്തുനിന്ന് വന്നിരുന്ന പിക്കപ്പുമായാണ് സ്കൂട്ടർ കൂട്ടിയിടിച്ചതെന്ന് പറയുന്നു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാഞ്ഞിരക്കോട് പാലാ ബസ് സ്റ്റോപ്പിന് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു. കാഞ്ഞിരക്കോട് കാരിമുക്കിൽ വീട്ടിൽ ഐശ്വര്യ, മകൻ ദേവാനന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാതയിലെ കൊരട്ടി മേൽപ്പാല നിർമ്മാണത്തിന് തയ്യാറാക്കിയ ബേസ്മെന്റ് നെറ്റ് തകർന്നു. നെറ്റ് വീഴുമ്പോൾ സമീപത്ത് തൊഴിലാളികൾ ഇല്ലായിരുന്നു. ഇവ പൊളിച്ചുമാറ്റി അടുത്ത ദിവസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കുവാനാണ് കരാർ കമ്പനിയുടെ തീരുമാനം. മുൻപ് ചിറങ്ങരയിലും മുരിങ്ങൂരിലും പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് സ്ലാബുകൾ നിലംപൊത്തിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ഭരണസമിതി അംഗമായി MU ഷിനിജിയും സത്യപ്രതിജ്ഞ ചെയ്തു. വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേവസ്വം ഓഫീസിൽ ഭരണസമിതി യോഗം ചേർന്ന് ഗോപിനാഥിനെ ചെയർമാനായി തെരഞ്ഞെടുത്തു. കാലാവധി പൂർത്തിയാകാൻ 9 ദിവസം മാത്രം ശേഷിക്കെ ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയൻ രാജിവെച്ചൊഴിഞ്ഞതിനാലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. 9 അംഗ ഭരണസമിതിയിൽ 6 പേരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. മറ്റു 3 പേർ സ്ഥിരാംഗങ്ങളാണ്. CPI പ്രതിനിധി KP വിശ്വനാഥന്റെ കാലാവധി 13-ന് അവസാനിക്കും. പാലക്കാട് സ്വദേശിയായ AV ഗോപിനാഥ് ആലത്തൂർ മുൻ MLA ആണ്. 2 പതിറ്റാണ്ടോളം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. MU ഷിനിജ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് വനിതാ അംഗത്തെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. അത് വനിതാ ദിനത്തിലാണെന്നതും പ്രത്യേകതയായി. TCV ന്യൂസ്, ഗുരുവായൂർ. ഭഗവാൻ വിളിച്ചാൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല എന്നതിന്റെ ഉദാഹരണമാണ് താൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായതെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. ദേവസ്വം ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തരുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകും. നിലവിലെ കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ഗോപിനാഥ് പറഞ്ഞു. വടക്കേക്കാട് തെക്കേ പുന്നിയൂരിൽ ഓലമേഞ്ഞ വീടിന് തീപിടിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫാൻ, കട്ടിൽ, കസേര, മേശ തുടങ്ങിയവ കത്തിനശിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗറിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിലെ അഗ്നിസേനയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീശക്തിയുടെ പ്രചോദനകഥയായി ശ്രദ്ധ നേടുകയാണ് ഒരു കുടുംബത്തിലെ 6 വനിതകൾ. വനിതാ ഡ്രൈവിംഗ് സ്കൂളിലൂടെ ആയിരങ്ങൾക്ക് റോഡിൽ ധൈര്യം പകർന്ന ചന്ദ്രികയും കുടുംബവുമാണ് വേറിട്ട കാഴ്ചയാകുന്നത്. തൃശൂർ തോളൂരിലെ ഓടാട്ടിൽ ശേഖരൻ മീനാക്ഷി ദമ്പതികളുടെ മകൾ ചന്ദ്രികയാണ് ഈ വിജയകഥയുടെ ശില്പി. അനുജത്തിമാരും മക്കളും മരുമകളും ചേർന്നാണ് ഇന്ന് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൃശൂർ പാറപ്പുറത്ത് പ്രേമനാഥനെ വിവാഹം കഴിച്ചതിന് ശേഷം 1990-ൽ തൃശൂരിലെ കേരള ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന ചന്ദ്രിക 2 വീലർ, ഓട്ടോറിക്ഷ, കാർ എന്നിവയുടെ ലൈസൻസ് നേടി. തുടർന്ന് അവിടെ തന്നെ 6 വർഷത്തിലധികം പരിശീലകയായി പ്രവർത്തിച്ചു. 1997-ൽ കുന്നംകുളം കാണിപ്പയ്യൂരിൽ വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചു. പിന്നീട് ചാലിശ്ശേരിയിലും പരിശീലന കേന്ദ്രം തുടങ്ങി. ഇപ്പോൾ കേച്ചേരി, മുല്ലശ്ശേരി എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. അനുജത്തിമാരായ ലത അനിൽകുമാർ, സുനിത സജീവ്, അനുജത്തിയുടെ മകൾ ശ്രുതി സനൽ, ചന്ദ്രികയുടെ മകൾ പ്രസീത സുനിൽകുമാർ, മരുമകൾ സുമി പ്രബീൺ എന്നിവരും മകൻ പ്രബീണും പരിശീലകരായി സജീവമായി രംഗത്തുണ്ട്. വളയം പിടിക്കാനുള്ള പരിശീലനം മാത്രമല്ല, ഭയവും ആശങ്കയും അകറ്റാനുള്ള ആത്മവിശ്വാസവും കൂടിയാണ് ഇവിടെ നൽകുന്നത്. സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ കൈവിറയ്ക്കുന്ന വീട്ടമ്മമാരെ ആത്മവിശ്വാസത്തോടെ വാഹനം ഓടിച്ചു മടങ്ങുന്ന നിലയിലേക്ക് എത്തിക്കുന്നതുവരെ പരിശീലകർ കൂടെ ഉണ്ടാകുമെന്നതാണ് ഇവരുടെ സവിശേഷത. TCV ന്യൂസ്,
കുന്നംകുളം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും ജ്യോതി കിഷോർ എന്ന അധ്യാപികയ്ക്ക് വിശ്രമമില്ല. പാട്ടും അഭിനയവും വരയുമൊക്കെയായി തിരക്കിലാണ് ടീച്ചർ. കുട്ടികളുടെ അടുത്തെത്തിയാൽ അവരുടെ പ്രിയപ്പെട്ട അധ്യാപിക, വേദിയിൽ മൈക്ക് കയ്യിലെടുത്താൽ ആസ്വാദകരുടെ പ്രിയപ്പെട്ട ഗായിക, ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ കഥാപാത്രങ്ങളായി മാറുന്ന മികച്ച അഭിനേത്രി, ക്യാൻവാസ് എടുത്താൽ ചിത്രങ്ങളുടെ കൂട്ടുകാരി, ഇങ്ങനെ വിശേഷണങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് പെരിഞ്ഞനം സ്വദേശിയായ ജ്യോതി കിഷോർ എന്ന അധ്യാപികയ്ക്ക്. അധ്യാപനത്തിനൊപ്പം കലയിലും സജീവ സാന്നിധ്യമാണ് പെരിഞ്ഞനം അയ്യപ്പൻ മെമ്മോറിയൽ LP സ്കൂളിലെ പ്രധാന അധ്യാപികയായ ജ്യോതി ടീച്ചർ. ആത്മവിശ്വാസവും കഠിന പ്രയത്നവുമാണ് ഒരേ സമയം വിവിധ മേഖലകളിലെത്താൻ തന്നെ സഹായിച്ചതെന്നാണ് ജ്യോതി ടീച്ചറുടെ പക്ഷം. വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങള് അമ്മയും ഞങ്ങൾ 4 മക്കളാണ്, 4 പെൺകുട്ടികള്. ഞങ്ങൾ നല്ലോണം പാട്ട് പാടുമായിരുന്നു, വരയ്ക്കും ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഒന്നും അഭ്യസിച്ചിട്ടില്ല. ഞാൻ അഭ്യസിച്ചിട്ടില്ല. ഇളയ അനിയത്തിയും മൂത്ത ചേച്ചിയും മാത്രം. മൂത്ത ചേച്ചി ചിത്രം വരയിലും ഇളയ അനിയത്തി ശാസ്ത്രീയ സംഗീതവും പഠിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ എൻ്റെ താല്പര്യപ്രകാരം ചെയ്യുന്നു മാത്രം. യോഗാധ്യാപികയും ഗായികയുമായ അമ്മ സാവിത്രിയിൽ നിന്നാണ് സംഗീതം പഠിച്ചത്. പാടാൻ കിട്ടുന്ന വേദികളിലൊക്കെ ജ്യോതി കിഷോർ പാട്ടുപാടി. പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ലതാ മങ്കേഷ്കറും S ജാനകിയും P സുശീലയുമൊക്കെയാണ് പാട്ടരങ്ങിലെ ജ്യോതിയുടെ ഇഷ്ടഗായികമാർ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ, മലരേ തേൻ മലരേ മലരേ. 2007 പുറത്തിറങ്ങിയ സംഗീത ആൽബത്തിലൂടെയാണ് ജ്യോതി പ്രൊഫഷണൽ ഗായികയായി മാറിയത്. പിന്നീട് 27ലധികം ആൽബങ്ങളിൽ പാടാൻ അവസരം ലഭിച്ചു. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും ജ്യോതിയുടെ ശബ്ദ സാന്നിധ്യമെത്തി. ദൈവത്തിന്റെ കയ്യൊപ്പ്, ഏലിയാമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നീ 2 സിനിമകളിൽ പിന്നണി ഗായികയായി. കോവിഡ് കാലത്ത് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തിറങ്ങിയ സ്നേഹനിലാവ് എന്ന ഹ്രസ്വചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തായിരുന്നു അഭിനയ രംഗത്തെ പരീക്ഷണം. അധ്യാപികയുടെ കഥാപാത്രത്തെ തന്നെയാണ് ചിത്രത്തിൽ ജ്യോതി അവതരിപ്പിച്ചത്. ചിത്രം വൈറലായതോടെ ജ്യോതി ടീച്ചറുടെ ജീവിതത്തിലെയും വഴിത്തിരിവായി മാറി. പിന്നീട് 15ലധികം ഹ്രസ്വചിത്രങ്ങളിൽ അഭിനയിച്ചു. ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങളും അഭിനയ മികവിന്റെ അംഗീകാരമായി ജ്യോതി ടീച്ചർ സ്വന്തമാക്കി. ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും വരയും വർണ്ണങ്ങളും തനിക്ക് വഴങ്ങുമെന്നാണ് മനോഹരമായി ക്യാൻവാസിൽ പകർത്തിയ ജ്യോതിയുടെ ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. SNDP വനിതാ സംഘം കൊടുങ്ങല്ലൂർ യൂണിയൻ ലോക വനിതാ ദിനാചരണവും ആദരവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ അധ്യക്ഷത വഹിച്ചു. വനിതാ സംഘം യൂണിയൻ മുൻ സെക്രട്ടറി സുലേഖ അനിരുദ്ധൻ, ഡോക്ടർ ധനുഷ സന്യാൽ, ഷീജ സജീവൻ, പ്രീതി ഉണ്ണികൃഷ്ണൻ, ലീല കരുണാകരൻ, ജിതി സുധീഷ്, ഹിമ ഷിൻജോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ PK രവീന്ദ്രൻ, കൺവീനർ PK പ്രസന്നൻ, യോഗം കൌൺസിലർ ബേബി റാം, വനിതാ സംഘം കോർഡിനേറ്റർ MK തിലകൻ, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ഗീതാ സത്യൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് ഉദ്ഘാടനം ചെയ്തു. മുൻ AEOയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റുമായ മീരാഭായ് ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് TK സുരേന്ദ്രൻ മാസ്റ്റർ, അപ്പുകുട്ടൻ മാസ്റ്റർ, സെക്രട്ടറി NAM അഷ്റഫ്, ട്രഷറർ VK ജോഷി എന്നിവർ സംസാരിച്ചു. രാമവർമ്മപുരം 6ാം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. കൌൺസിലർ ഡോക്ടർ കീർത്തന കാർത്തികേയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, കൌൺസിലർ സിന്ധു തൈക്കാടൻ, അരവിന്ദ് പള്ളിയിൽ എന്നിവർ സംസാരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും ആരോഗ്യവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഡോക്ടർ KS ഐശ്വര്യ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. വായനശാല കമ്മിറ്റി അംഗം B കുമാരി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം E അംബുജാക്ഷി, അശ്വിനി രമണൻ, അജിത സുരേഷ്, റീജ സേവ്യർ എന്നിവർ സംസാരിച്ചു.
അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമിക പെൺകവിയരങ്ങും പ്രഭാഷണവും സംഘടിപ്പിച്ചു. കവിയും ചിത്രകാരിയുമായ ഇമാനുവൽ മെറ്റിൽസ് അധ്യക്ഷയായി. വിസ്മരിപ്പിക്കപ്പെട്ട പെൺപോരാട്ടങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സിൻഡോ കോങ്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നഫീസത്ത് ബി വി ശ്രീല, ടി ദർശന, ഗംഗാദേവി, പരിമള പവിത്രൻ, സ്മിത പി മേനോൻ, ദാലിയ മഹേഷ്, അമ്പിളി ഓമനക്കുട്ടൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 3ാമത് മെഗാ രക്തദാന ക്യാമ്പിന് തുടക്കമായി. മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത ഒരു മാസത്തിനുള്ളിൽ 1000-ലധികം പേർ രക്തം ദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയുടെ ആദ്യ ദിനത്തിൽ തന്നെ 100-ലധികം സ്ത്രീകൾ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ രക്തബാങ്ക് മേധാവി ഡോക്ടർ സജിത് വിളമ്പിൽ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശ്രീലാൽ, നേതാക്കളായ സുകന്യ ബൈജു, സെന്തിൽകുമാർ, CR കാർത്തിക, ശ്രീരാജ്, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു. മലപ്പാട് ചന്തപ്പടിയിൽ നടന്ന റാലിയും വനിതാ സംഗമവും CITU കേന്ദ്ര കമ്മിറ്റി അംഗം മീര നിമേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നേതാവ് അഞ്ജിത ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷയും അവകാശങ്ങളും എന്ന വിഷയത്തിൽ നിയമപഠന ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ PV സുമ ക്ലാസ് എടുത്തു. ചെയർമാൻ KR രാധിക അധ്യക്ഷയായി. കൺവീനർ പ്രീതി രാജേഷ്, പ്രസിഡന്റ് EK മിനി, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങൂട്, വിജിനി മനീഷ് എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ശുചീകരണ തൊഴിലാളികളെ വില്ലുവാതിരി പാമ്പാടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സദസ്സ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് സെക്രട്ടറി ലക്ഷ്മിപ്രിയ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബേബി രജിത, പത്മിനി, പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ സുരേഷ്, സജിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ആഘോഷം സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് നിർധനരായ 6 പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സീലിയ, കായിക അധ്യാപകൻ റോൺ സേവിയർ എന്നിവർ നേതൃത്വം നൽകി. കൌൺസിലർ ജേക്കബ് പുലിക്കോട്ടിൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ മേരി ജസ്ലിൻ, PTA പ്രസിഡന്റ് ജോൺസൺ പാലിയേക്കര, അധ്യാപിക സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം അപർണ ബാലമുരളി മുഖ്യാതിഥിയായിരുന്നു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, ബഥനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ, ഫാദർ സാമുവൽ, ഡോക്ടർ CL ജോഷി, ഷേബ ജോർജ്, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. അത് ഒരുപാട് വർഷം ശീലിച്ച കുറേ പേര് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ രേണുക മേനോൻ അധ്യക്ഷത വഹിച്ചു. CO പൗലോസ് മാസ്റ്റർ സ്മാരക പുരസ്കാരം പ്രൊഫസർ TA ഉഷാകുമാരിക്ക് സമ്മാനിക്കും. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഉഷാകുമാരിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 12-ാം തീയതി സമ്മാനിക്കും.
വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരിക്കെ വിട പറഞ്ഞ കവി സുജൻ പൂപ്പത്തിയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ദിവസം പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ കാത്തുവച്ച 43 കവിതകളുടെ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. കവി കുരീപ്പുഴ ശ്രീകുമാറിൽ നിന്ന് സുജൻ പൂപ്പത്തിയുടെ ഭാര്യ KB രജനി പുസ്തകം ഏറ്റുവാങ്ങി. കാവ്യശികയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുസ്തകത്തിലെ കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് സുജന്റെ മക്കളായ അധീനയും ആദിത്യ നന്ദഗോപാലും ചേർന്നാണ്. സുജൻ പൂപ്പത്തി 5 വർഷമായി എഴുതി സൂക്ഷിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളാണ് കവിതകളിൽ വിഷയമായിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 28-ന് സുജൻ പൂപ്പത്തി മരണത്തിന് കീഴടങ്ങുമ്പോൾ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 28-ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ദിവസം കവിതകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു സുജന്റെ ആഗ്രഹം. ജീവിതത്തിലെ അവസാന 15 മാസമാണ് കൂടുതൽ കവിതകൾ എഴുതിയിട്ടുള്ളതെന്നും മരണത്തിലേക്ക് അടുക്കുന്നതിന്റെ തിരിച്ചറിവാണ് പല കവിതകളിലും പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നും ഭാര്യ രജനി പറഞ്ഞു. സുജന്റെ എല്ലാ കവിതകളും ഭാര്യയാണ് ആദ്യം വായിച്ചിട്ടുള്ളത്. ആ വരികളിൽ നിഴലിക്കുന്ന പ്രതീക്ഷകളും എല്ലാം കൈവിട്ടുപോകുമെന്ന ആശങ്കകളും രജനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ജീവിതത്തിന്റെ അവസാനത്തെ 1 മാസത്തോളമാണ് എഴുത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത്. രോഗാവസ്ഥയിൽ നേരിടുന്ന പ്രതിസന്ധിയുടെയും പ്രതീക്ഷകളുടെയും നിരാശകളുടെയും തീവ്രത പലപ്പോഴും ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നത് സുഹൃത്തുക്കൾക്ക് ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ VR സുനിൽകുമാർ MLA, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, ഡോക്ടർ C രാവുണ്ണി, അശോകൻ ചെരുവിൽ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. TCV മാള. ആറാട്ടുപുഴ പൂരത്തിന് നായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ക്ഷേത്രമേൽശാന്തി കൂറ്റമ്പള്ളി പത്മനാഭൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി. ആലിലകളും മാവിലകളും ചാർത്തിയ കവുങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കറുത്ത, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ ചേർന്നാണ് നാട്ടിയത്. 2 ബഹുനില വർണ്ണപ്പന്തലുകളുടെ നിർമ്മാണം കൃഷ്ണകുമാർ ആറാട്ടുപുഴയാണ് നിർവഹിക്കുന്നത്. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തങ്ങൾക്കുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, ബ്ലോക്ക് മെമ്പർ KR സിമി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PA ഉണ്ണികൃഷ്ണൻ, സുഗിജ സുമേഷ്, UV ഗിരീഷ്, പ്രിൻസിപ്പൽ V സ്മിത, PTA പ്രസിഡന്റ് CM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. ചാവക്കാട് നഗരസഭാ പരിധിയിലെ തീരദേശ മേഖലയുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമിട്ട് വിപുലമായ പദ്ധതി ആവിഷ്കരിച്ചു. നഗരസഭയുടെ തെക്കേ അതിർത്തിയായ കടപ്പുറം പഞ്ചായത്ത് മുതൽ വടക്കേ അതിർത്തിയായ പുന്നയൂർ പഞ്ചായത്ത് വരെയുള്ള തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രദേശം പൂർണ്ണമായും സുരക്ഷിതവും മാലിന്യമുക്തവും വിനോദസഞ്ചാര സൗഹൃദവുമാക്കി മാറ്റുവാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സെക്രട്ടറി, വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാർക്ക് നോമ്പുതുറ വിഭവങ്ങൾ നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് വഴിയാത്രക്കാർക്ക് ആദ്യ നോമ്പുതുറ കിറ്റ് നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. PN വിഷയകുമാർ, രഞ്ജു താരു, സൈനി ടീച്ചർ, സുനിൽ ചിറമനങ്ങാട്, നാസിമ, രജിത ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃഷി, കുടിവെള്ളം, ജലസേചനം എന്നിവയെ ബാധിച്ചിരിക്കുന്ന ഉപ്പുവെള്ളത്തെ ഒഴിവാക്കാൻ കരിങ്ങോൾ ചിറയിൽ സ്ലൂയിസ് പദ്ധതി വരുന്നു. 1.23 കോടി രൂപ ചെലവഴിച്ചാണ് സ്ലൂയിസ് നിർമ്മിക്കുന്നത്. ഇവിടെ പാലം നിർമ്മിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൂയിസ് ഉൾപ്പെടുത്താതിരുന്നത് പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. യാന്ത്രിക സ്ലൂയിസ് ഇല്ലാത്തതിനാൽ പുത്തഞ്ചിറ പഞ്ചായത്ത് മണ്ണുകൊണ്ടുള്ള താൽക്കാലിക തടയണ ഒരുക്കിയാണ് ഉപ്പുവെള്ളം തടയുന്നത്. താൽക്കാലിക തടയണ നിർമ്മിക്കാൻ വൈകിയാൽ ഉപ്പുവെള്ളം കയറുന്നതും മഴക്കാലത്ത് വെള്ളം നിറയുമ്പോൾ തന്നെ തടയണ പൊട്ടിച്ചില്ലെങ്കിൽ കൃഷിയിടങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്നതും പതിവാണ്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിക്കുമെന്ന് പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ്, TS ഷാജു, CN പ്രദീപ് കുമാർ തുടങ്ങിയവർ അറിയിച്ചു.
MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി ഡോക്ടർ AK സിദ്ദിഖ്, പ്രൊഫസർ KA അബ്ദുൾ വഹാബ് അനുസ്മരണവും ആദരവും ഇഫ്താർ സംഗമവും നടത്തി. വഖഫ് ബോർഡ് അംഗവും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണുമായ സുമിത നിസാഫ് ഉദ്ഘാടനം നിർവഹിച്ചു. MES താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആരോഗ്യ, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ യോഗത്തിൽ ഡോക്ടർ AK സിദ്ദിഖ്, പ്രൊഫസർ KA അബ്ദുൾ വഹാബ് മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായിരുന്നു. എറിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പേബസാർ മഹല്ല് ഖത്തീബ് റിയാസ് അൽ ഹസനി റമദാൻ സന്ദേശം നൽകി. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, സെക്രട്ടറി KM അബ്ദുൽ ജമാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, VM ഷൈൻ, ജമാൽ പടിഞ്ഞാറ് വീട്ടിൽ, PA സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ, AA മുഹമ്മദ് സയ്യിദ് എന്നിവർ സംസാരിച്ചു. ഹൈദർമാൻകുട്ടി ട്രസ്റ്റ് വൈസ് ചെയർമാൻ ആദം അലി വലപ്പാട് വില്ലേജ് ഓഫീസിനും ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്കും സൗജന്യമായി നൽകിയ ഭൂമിയുടെ കൈമാറ്റ ചടങ്ങ് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് കൺവീനർ PM അബ്ദുൾ ഗഫൂർ, ട്രസ്റ്റ് ചെയർമാൻ PI ഹസൻ ഹാജി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ചാവക്കാട് താലൂക്ക് തഹസിൽദാർ സുരേഷ് എന്നിവർ സംസാരിച്ചു. മുരിക്കങ്ങൽ ഗ്രാമത്തിന്റെ മതസാഹോദര്യം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂരം എഴുന്നള്ളിപ്പിനിടെ കോലമേന്തിയ ആന ക്രൈസ്തവ ദേവാലയത്തിന് മുന്നിൽ വണങ്ങി. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന പൂരം കാവടി ആഘോഷത്തിന്റെ ഭാഗമായി കിഴക്കുമുറി സെറ്റിന്റെ പൂരം എഴുന്നള്ളിപ്പ് സെന്റ് ജോസഫ് ദേവാലയത്തിന് മുന്നിൽ കൂടി കടന്നുപോയപ്പോഴാണ് കോലമേന്തിയ ആന ദേവാലയ നടയിൽ വണങ്ങിയത്. ദേവാലയ അധികൃതർ ആനയ്ക്ക് പഴങ്ങൾ നൽകിയാണ് യാത്രയാക്കിയത്. എല്ലാ വർഷവും മുരിക്കങ്ങൽ പൂരത്തിന്റെ ഭാഗമായി ഈ ചടങ്ങ് നടന്നുവരുന്നുണ്ട്. കേരള ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷൻ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ ഉദ്ഘാടനം ചെയ്തു. KLCA ഇടവക പ്രസിഡന്റ് അനീഷ് റാഫേൽ പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലക്സ് താളൂപ്പാടത്ത്, രൂപതാ പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ, രൂപതാ ജനറൽ സെക്രട്ടറി ജോൺസൺ വാളൂർ, മേഴ്സി ജോസ് ബേസിൽ പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കനവാടി കുട്ടികളുടെ കലോത്സവം അങ്കണപ്പൂമഴ തിരുവല്ലാമലയിൽ നടന്നു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലാമല പഞ്ചായത്തിലെ 28 അങ്കണവാടികളിലെ 250-ൽ പരം കുരുന്നുകൾ കലാപരിപാടികളിൽ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി രജിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മിനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മനോജ് കുമാർ, ജാഫർ പരുത്തിപ്ര, സൗമ്യ സുരേഷ്, സജിത സുരേഷ്, ICDS സൂപ്പർവൈസർ ദീപ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെയും മെറ്റീരിയലുകളുടെയും ബൃഹത് ശേഖരവുമായി ക്യൂനിന്റെ പുതിയ ഷോറൂം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മനം കവരുന്ന നിറങ്ങളിൽ പ്രൗഢിയും പ്രതാപവും വിളിച്ചോതുന്ന രാജകീയ ഡിസൈനുകളോടുകൂടിയ ശ്രേഷ്ഠമായ തുണിത്തരങ്ങൾ രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത ഏതൊരു ഉപഭോക്താവിന്റെയും അഴകളവിനും ആത്മവിശ്വാസത്തിനും അനുയോജ്യമായ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരം. ഇതെല്ലാമാണ് സാംസ്കാരിക നഗരിയുടെ വസ്ത്ര സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വിശ്വാസത്തിലൂന്നിയ പാരമ്പര്യത്തിന്റെ മിഴിവേകി നിൽക്കുന്ന ക്വീനിന്റെ സവിശേഷത. തൃശൂർ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിലെ ഷാ ബിൽഡിംഗിൽ ആരംഭിച്ച ക്വീനിന്റെ നഗരത്തിലെ 3ാമത് ഷോറൂം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. കച്ചവടം എന്ന് പറഞ്ഞാൽ കേവലം ലാഭം മാത്രമല്ല, അതിനകത്ത് ഒരു ജനകീയമായിട്ടുള്ള ധാരണ കൂടി ഉണ്ട് എന്ന് നേരത്തെ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനങ്ങളൊക്കെ തെളിയിച്ചതായിട്ടാണ് തുടർന്നുള്ള അനുഭവം. വളരെ മാന്യവും വളരെ കൃത്യവുമായിട്ടുള്ള കച്ചവടം സ്വായത്തമാക്കിയത് കൊണ്ട് തന്നെ ചെരുപ്പ് കടകളാണെങ്കിലും തുണിക്കടകളാണെങ്കിലും ധാരാളമായി ഈ കുടുംബ സംരംഭത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. ആദ്യ വിൽപ്പന ഷാ ബിൽഡിംഗ് ഉടമ ജലാലുദ്ദീൻ ഷായിക്ക് നൽകി നടൻ സുനിൽ സുഗത നിർവഹിച്ചു. MLA P ബാലചന്ദ്രൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, പത്മശ്രീ IM വിജയൻ, സ്ഥാപന സാരഥികളായ PA മജീദ്, അനീസ്, നിയാസ്, കുടുംബാംഗം സിറാജ്, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ലെഹങ്ക, ചുരിദാർ, സാരി, ബ്ലൗസ്, കുർത്ത, സെറ്റുമുണ്ട്, സെറ്റ് സാരി എന്നിങ്ങനെ നാടൻ, വെസ്റ്റേൺ ഉൾപ്പെടെയുള്ള വിവിധ ശ്രേണികളിൽപ്പെട്ട എല്ലാത്തരം വസ്ത്രങ്ങളുടെയും വിപുലമായ കളക്ഷനുകളാണ് ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. തൃശൂരിന് പുറമെ കുന്നംകുളത്തും ക്വീനിന്റെ ഷോറൂം പ്രവർത്തിക്കുന്നുണ്ട്.
ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,000 രൂപ, പവന് 1,20,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 10 ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയിറങ്ങും. ഉത്സവത്തിന് സമാപനം കുറിച്ച് കണ്ണന് രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട് നടത്തും. കടങ്ങോട് 10 വയസ്സുകാരന് നായയുടെ കടിയേറ്റു. പരിക്കേറ്റ കുട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. എരുമപ്പെട്ടി തയ്യൂരിൽ നവീകരണം പൂർത്തിയായ റോഡിന് തകരാർ സംഭവിച്ചതിനെ ചൊല്ലി വിവാദം തുടരുന്നു. റോഡിലെ മെറ്റലിളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടി വലിച്ചപ്പോഴെന്ന് പൊതുമരാമത്ത് വകുപ്പ്. റോഡ് നിർമ്മാണത്തിൽ അപാകതയില്ലെന്ന് CPM. കുടകര വല്ലപ്പാടി പൂതിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി ഉറുമ്പൻകുന്ന് സ്വദേശി ബിബിനാണ് പിടിയിലായത്. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് കർശന നടപടികളുമായി തൃശൂർ റൂറൽ പോലീസ്. റോഡുകളിൽ മതിയായ വെളിച്ചം ഉറപ്പാക്കും. കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള ബോർഡുകളും മരച്ചില്ലകളും നീക്കം ചെയ്യാനും നടപടി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.